പ്രശാന്തേട്ടാ, ഇന്ത്യയെ തകർക്കാൻ നിന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പോൾ അവരുടെ സൈനികർ എല്ലാ മേഖലയിലും മരിച്ചു വീഴുകയാണ്. അവർക്കെതിരെ നിരന്തരം ആക്രമണമാണ്. ബലൂചിസ്ഥാൻ ഭീകരരുടെ ആക്രമണം, ഒരു വശത്ത് ഈ അഫ്ഗാനിസ്ഥാന്റെ ആക്രമണം, അതോടൊപ്പം തന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഭീകരവാദികളുണ്ടല്ലോ, അവര് പൊട്ടിത്തെറിക്കുകയാണ്. ഈ പാകിസ്ഥാന്റെ ഇനിയുള്ള ഭാവി എന്തായിരിക്കും? പാകിസ്ഥാൻ ഇനി ഭാവിയൊന്നുമില്ല, അങ്ങനെ പൊട്ടിത്തെറിച്ച് തീരും. കാരണം കഴിഞ്ഞ ദിവസം അവിടെ ആഭ്യന്തര വിഷയം രൂക്ഷമാണ്. അതിനകത്ത് ബലൂചിസ്ഥാൻ തീവ്രവാദികളുടെ ഇടപെടലില്, അതുപോലെ തെഹ്ലീക്കെ താലിബാൻ എന്ന് പറഞ്ഞുകൊണ്ട് താലിബാന്റെ ഒരു ഈ അവരുടെ ഭാഗമായിട്ട് ഇവർക്ക് അനുകൂലമാക്കാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് വളർത്തിയെടുത്തത്. ഇപ്പം പാകിസ്ഥാന്റെ അകത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാനെതിരായിട്ട് താലിബാൻ അനുകൂലമായിട്ടിരിക്കുന്ന ഒരു സംഘം. അപ്പോൾ അവരെ ഈ അൽഖ്വയ്ദ, പിന്നെ അവരുടെ നിർമ്മിതമായിട്ടുള്ള വിവിധ അറിയാമല്ലോ, അവരെയാണല്ലോ ഇതിന്റെ പ്രൊഡക്ഷൻ. നമ്മൾ ഈ പറയുന്നത് പോലെ ഭീകര ഗ്രൂപ്പുകളെ ഉണ്ടാക്കിയെടുക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. ഇപ്പൊ വിതരണത്തിന് മാർഗമില്ലാത്തതുകൊണ്ട് അതിനകത്ത് തന്നെ പൊട്ടിത്തെറിക്കുക. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ ബലൂചിസ്ഥാൻ തീവ്ര ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യാനന്തരം പിടിച്ചെടുത്തതിന് ശേഷം അവര് ഈ ബലമായിട്ട് അവിടെ പട്ടാളത്തെ ഉപയോഗിച്ച് അവര് സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം. അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വതന്ത്ര രാജ്യമാക്കി നിൽക്കാൻ അവർക്ക് ഒരു ഘട്ടത്തിൽ പറ്റാതെ വന്നപ്പോൾ ഒരു ഇന്ത്യയുടെ ഭാഗമാകുന്നത്, ഇന്ത്യ അത് മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ആ സ്വതന്ത്രമായിട്ട് വീണ്ടും നിൽക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ പാകിസ്ഥാൻ കീഴ്പ്പെടുത്തിയപ്പോൾ പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ആ രാജ്യവുമായിട്ട് യാതൊരു കാരണവശാലും ഒത്തുപോകുന്ന ഒരു സംസ്കാരമല്ല ഇവരുടെ. അപ്പൊ അന്ന് തൊട്ടേ ബലൂചിസ്ഥാനെ അടിച്ചമർത്തി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ബലൂചിസ്ഥാനിൽ ലിബറൽ ആർമി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ബലൂചിസ്ഥാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി ഒരു സംഘടന, ഇത് വളരെ ശക്തമാണ്. അപ്പം അവരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാണെന്നുള്ള മുദ്രാവാക്യം ഇവർ പൊട്ടിത്തെറിക്കുക. കാരണം പല തന്ത്രപ്രധാനമായ മേഖലകളിലും പോയി ഇവർ പൊട്ടിത്തെറിക്കുക. ചൈനീസ് സാന്നിധ്യം, അവരുടെ ഈ ധാതു സമ്പത്തുകൾ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി ചൈന ഇപ്പം വ്യാപകമായിട്ട് പാകിസ്ഥാനിലുണ്ടല്ലോ. അപ്പൊ ഇവിടെ വളരെ കൂടുതൽ ധാതു സമ്പത്തുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ അന്ന് ഇവരെ കീഴ്പ്പെടുത്തിയത്. അപ്പൊ ഈ ധാതു സമ്പത്തുകൾ ഇപ്പം ഖനനം ചെയ്തെടുക്കുന്നതിനും അല്ലെങ്കിൽ ഈ ചൈനയുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച് ചൈന വിറ്റാലും ചൈനയ്ക്ക് പാകിസ്ഥാൻ വിറ്റ് കൊടുത്താലും തീരാത്തോളം കടമുണ്ട്. അപ്പൊ ഇവന്മാര് പല കൺസ്ട്രക്ഷന്റെ പേരിലും അല്ലെങ്കിൽ പല പദ്ധതികൾ അവിടെ നടപ്പാക്കുന്നതിന്റെ പേരിലും അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിൽ കൂടെ ഒരു വ്യാവസായിക ഇടനാഴി ഉണ്ടാക്കുന്നതിനുള്ള ശ്രമമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഏതാണ്ട് വളരെ കൂടുതലായിട്ട് ചൈനക്കാര് അവരുടെ രാജ്യം എന്നുള്ള രീതിയിലുള്ള രീതി. അപ്പൊ ഇത് ആ പ്രദേശത്തുള്ളവർക്കും പ്രശ്നമാണ്, അല്ലെങ്കിൽ ബലൂചിസ്ഥാനികൾക്ക് ഇവർ വലിയ പ്രശ്നമാണ് ചൈനക്ക്. ചൈനയുടെ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ, വളരെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ, ഇപ്പം തന്നെ കണക്കനുസരിച്ച് തന്നെ 100-നപ്പുറം ഈ ഉദ്യോഗസ്ഥന്മാരെ, എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവരെ അവർ കൊന്നുകൊള്ളുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബലൂചിസ്ഥാൻ ആർമി ഈ വണ്ടി തടഞ്ഞു നിർത്തി വളരെ കൂടുതൽ ആൾക്കാരെ കൊല്ലുന്ന ഒരു അവസ്ഥ. ഏതാണ്ട് വെളുപ്പിനെ ഒരു 40 പട്ടാളക്കാരെ കൊന്നതിന് 35 പേർക്ക് പരിക്കേക്കും. അതിനുശേഷം പട്ടാളം പോയ വണ്ടി തടഞ്ഞു നിർത്തി ഈ കൊല്ലുന്ന ഒരു അവസ്ഥ വന്നു. അപ്പൊ ഇവരുടെ ഈ സിറാപ്പ് എന്ന് പറഞ്ഞ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട് ഈ ബലൂചിസ്ഥാൻ, അവരാണ് ഇതിനകത്ത് നിൽക്കുന്ന ഇതിനെയെല്ലാം കോർഡിനേറ്റ് ചെയ്താണ് ഇപ്പൊ കാര്യങ്ങൾ നീക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ പട്ടാളത്തിന് നിവർത്തിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യത്തിനകത്ത് പറഞ്ഞപ്പം 1 മാസത്തിനകത്ത് 200 പട്ടാളമാണ് മരിച്ചത്. കാരണം ബലത്തെ ഉള്ള കാര്യമാണെന്ന് പറയുമ്പോഴും പട്ടാളത്തിന് എങ്ങോട്ട്, വേറൊരു രാജ്യവുമായിട്ട് ഉള്ള യുദ്ധമാണെങ്കിൽ അത് സഹിക്കാം. അപ്പം ഇതിനകത്ത് എവിടെ പൊട്ടിത്തെറിക്കുന്നു, എപ്പോൾ പൊട്ടിത്തെറിക്കുന്നു, യുദ്ധസജ്ജമല്ലല്ലോ. ചെന്നങ്ങ് പോവുക, പട്ടാള ക്യാമ്പ് ചെന്ന് കയറുക, സ്കൂളുകളിൽ കയറുക, കോളേജിൽ കയറുക, അല്ലെങ്കിൽ ചന്തകളിൽ കയറുക, പട്ടാളം നിൽക്കുന്നിടത്ത് ചെന്ന് പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് പട്ടാളം വണ്ടി പോകുമ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ കാശ്മീരിലൊക്കെ ഇപ്പോൾ വളരെ കുറച്ചാണെങ്കിലും പണ്ട് തൊട്ടേ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പം ഏതാണ്ട് പാകിസ്ഥാൻ ശിഥിലമായി. ഈ സമയത്ത് തന്നെയാണ് പാകിസ്ഥാനിലേക്ക് ഈ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കടന്നുകയറ്റം. അഫ്ഗാനിസ്ഥാനിൽ 3ാമത്തെ തവണയാണ് ഈ വ്യോമാക്രമണം നടത്തിയത്. തെഹ്ലീക്കെ താലിബാന്റെ ഭാഗമായിട്ടുള്ള അവരവിടെ ഉണ്ടെന്നും അവരുടെ ക്യാമ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുമായാലും അതിനുശേഷം അവർ തിരിച്ചു കയറി അവർ പാകിസ്ഥാൻ മൊത്തം പിടിക്കുക എന്നുള്ള രീതിയിലേക്ക് വർത്തമാനം പറയുന്നത്. എന്തിന്റെ കാര്യമാണ്, ഏത് കാര്യമാണ്? അല്ല, അഫ്ഗാൻ ഒരു ചെറിയ രാജ്യമാണ്. അപ്പൊ ഈ ചെറിയ രാജ്യത്തിന്റെ അക്രമം വലിയ രീതിയിലാണ്. അപ്പോൾ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ? അല്ല, അത് നമുക്ക് സംശയിക്കേണ്ടിരിക്കുന്നു. കാരണം അവരുടെ ഒരു സംസാരവും അവരുടെ രീതികളും നമ്മൾ പാക് പട്ടാളത്തൊന്നും അത്ര കുറച്ച് കാണാൻ ഒക്കത്തില്ല. നമ്മുടെ പരിയത്ത് വരത്തില്ലെങ്കിലും അഫ്ഗാനുമായിട്ട് തൊല്ലം ചെയ്യുമ്പോൾ പാക് പട്ടാളം മോശമാണ്. ഇറാൻ ഭയക്കുന്ന വ്യോമ സംവിധാനം ഉണ്ട്
പാകിസ്ഥാന്. അതെ, അതിനെക്കാട്ടി പക്ഷെ അതിനെയൊക്കെ പുല്ല് വിലക്ക് അല്ലെങ്കിൽ വെല്ലുവിളിച്ച് നിൽക്കുക അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പട്ടാളം. അവർക്ക് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള കരസേന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇവരായിട്ട്, പക്ഷെ അതിനെന്തൊക്കെയോ ഒരു ബലം കിട്ടുന്നത് പോലെ അവർക്ക്. പിന്നിൽ ഇന്ത്യ എന്ന് പറയുമോ, അവിടെയുള്ള ഇന്ത്യ തകർക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ എന്ന് പറയുമോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. ഇന്ത്യ എന്ന് പറയുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സംശയമുണ്ട്, പക്ഷെ അതിനകത്ത് എങ്ങനെ പറയാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗവൺമെന്റ് മൂന്നാമത്തെ വ്യോമാക്രമണം കഴിഞ്ഞപ്പോൾ ദുബായിൽ നമ്മളുടെ ബന്ധം അവിടെ വെച്ച് ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി നമ്മളുടെ വിദേശകാര്യ സെക്രട്ടറിയും ഒക്കെ ആയിട്ടൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പല ആവശ്യങ്ങൾ, ഇവിടെ പണ്ട് ഈ അഫ്ഗാൻ സമയത്ത് കയറിയിട്ടുള്ളവരെ പുനരധിവാസവും പിന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ നമ്മളിപ്പോൾ ഈ അനൗദ്യോഗികമായിട്ട് അല്ലെങ്കിൽ അഫ്ഗാനുമായിട്ട് ചർച്ച ഇതുവരെ ഔദ്യോഗികമായിട്ടൊന്നും നടത്തിയിട്ടില്ല. അനൗദ്യോഗികമായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പണ്ടും ഇപ്പൊ പുതിയ ഈ ഖാലിസ്ഥാൻവാദികൾ ഖാലിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ വന്നപ്പോഴും നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അതിനകത്ത് ഒരു ഔദ്യോഗിക മുഖമുണ്ട്. കാരണം ഈ താലിബാൻ ഗവൺമെന്റ് വന്നതിന് ശേഷം ലോകത്തുടനീളമുള്ള രാജ്യങ്ങളൊന്നും ഇവരെ ഔദ്യോഗികമായിട്ട് സംസാരിക്കാറോ അല്ലെങ്കിൽ അതൊരു ഭീകര ഗ്രൂപ്പാണല്ലോ. പക്ഷെ ഇന്ത്യ അതിന് തുടക്കമിട്ടിട്ടുണ്ട്. ഒരു വളരെ വലിയ ഒരു ലോകം മൊത്തം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇവരുമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ബാക്ക്ഡോർ സംസാരങ്ങൾ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇന്ത്യ മൂന്നാമത്തെ വ്യോമാക്രമണത്തിന് ശേഷം നിരപരാധികളായിട്ടുള്ള ഖാലിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ ആൾക്കാരെ കൊല്ലുന്നത് അതിനകത്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയ്ക്കകത്ത് പറയുന്നത് പോലെ അവരുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഈ പറയുന്ന പല കാര്യങ്ങളും സംസാരിച്ചു. ഇന്ത്യൻ അവരുടെ മണ്ണ് ഇന്ത്യക്കെതിരെയുള്ള ഒരു നീക്കത്തിനും ഉപയോഗിക്കത്തില്ല എന്ന് ഉറപ്പ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെ ചില തീവ്ര സംഘടനകൾ ഭീകരവാദികളുടെ ഈ രണ്ട് രാജ്യങ്ങൾ സംഘർഷത്തിലാണല്ലോ. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും സംഘർഷത്തിൽ നിൽക്കുന്ന ആ സമയം തന്നെ ഇന്ത്യ ഔദ്യോഗികമായ ഒരു കൂടിക്കാഴ്ച അതിനകത്ത് ഞാൻ പറഞ്ഞു അത് വലിയ രീതിയിൽ അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞത് ശരിയായിരിക്കും. അല്ലല്ല, ഞാൻ പറഞ്ഞത് അത് ഓരോ ഘട്ടത്തിൽ ബുദ്ധിപരമായിട്ട് ഓരോ നീക്കങ്ങളാണ് നടത്താറുള്ളത്. ഇതുവരെ അവര് പറഞ്ഞത് ശരിയാവണമെന്നില്ല. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ ശ്രീധന്റെ അടുത്ത്, പാകിസ്ഥാന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ആയുധ സംവിധാനമോ അല്ല പട്ടാള സംവിധാനമോ ഒന്നും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ ഇല്ല. താലിബാൻ ഇല്ല. മുമ്പേ നമ്മൾ ഖാലിസ്ഥാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ? താലിബാൻ ഇല്ല. അപ്പം ഇത് ഇന്ത്യ അതിന്റെ പുറകിലുണ്ട് എന്ന് ഇതുവരെ സംശയിച്ചിരുന്നേ ഉള്ളല്ലോ. ഒരുപക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഉള്ള ഒരു പറച്ചിലായിരിക്കാം. ഏതായാലും അവരുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് ഒരാക്രമണവും അനുവദിക്കത്തില്ല, അല്ലെങ്കിൽ ഈ തീവ്ര നിലപാടുകളുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യത്തില്ല എന്നൊക്കെ ഇന്നലെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചില ഭീകര സംഘടനകളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, ഈ ഭീകര സംഘടനകൾ നിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്, ഇത് പാകിസ്ഥാനിൽ ഉറവിടമുള്ളതാണ്, ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. ഏതായാലും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പാകിസ്ഥാനിൽ കയറുന്ന അഫ്ഗാനിസ്ഥാനും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ കയറുന്ന അരക്കൻ ആർമി ഇവരുടെയൊക്കെ പുറകിൽ ഇന്ത്യയാണെന്ന് പറയുമ്പോഴും അതിനൊന്നും ഉറപ്പില്ലായിരുന്നു. ഇപ്പോഴും ഇതിന്റെ പുറകിൽ ഇന്ത്യയാണെന്ന് ഇന്ത്യ പറഞ്ഞിട്ട് ഒന്നുമില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാനികൾ പുതിയ ഈ പറയുന്ന രാജ്യം ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ പുതിയ സംവിധാനം ഈ പറയുന്ന താലിബാന്റെ കെയർ ഓഫിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം ലോക രാജ്യങ്ങൾ മാറ്റി നിർത്തുന്ന രാജ്യത്തെ ലോകത്തിന്റെ ലൈനിലേക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യം ഔദ്യോഗികമായിട്ട് ചർച്ച നടത്തുന്ന വഴി ഇത് ലോകക്രമത്തിലേക്ക് ഈ രാജ്യം വളരെ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള ചർച്ച എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അതിന് വലിയ ഇത് കൊടുക്കുന്നതിന്, അതുപോലെ ഇറാഖ് പണ്ടത്തെ ഈ അഫ്ഗാനിസ്ഥാൻ ഉണ്ടല്ലോ, അഫ്ഗാനിസ്ഥാനെ റഷ്യ അങ്ങനത്തെ ഇന്ത്യ ഇങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും കൂടി ഇതിന്റെ കൂടെ ചർച്ചയായിട്ടുണ്ട്. അതായത് ട്രംപ് വരുന്നതോടുകൂടി തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും വീണ്ടും കരുത്തോടെ മുന്നോട്ട് വരും. അതെ, കരുത്തോടെ മുന്നോട്ട്. അതായത് പുതിയ ഈ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാക്കി നിർത്തി പുതിയ പഴയ ഒരു ക്രമം ഉണ്ടല്ലോ, റഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ഇറാൻ. ഇപ്പൊ ഇറാനിലെ നമ്മുടെ തുറമുഖമൊക്കെ അവർ സംരക്ഷിച്ചോളാം എന്ന് പറയുന്നത്, അവരുടെ ഇത് ബോർഡറിലാണല്ലോ, അത് ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്നല്ല, അതിന് വേണ്ട പിന്തുണ എല്ലാം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അതായത് പുതിയ ഒരു പാകിസ്ഥാന്
എതിരായിട്ട് നിൽക്കുന്ന രാജ്യം, അപ്പോൾ ഇന്ത്യക്ക് വേണ്ടപ്പെട്ട രാജ്യം, അതിനെ ഉപയോഗിച്ച് പാകിസ്ഥാനും നാളെ കാലത്തെ ഈ പറയുന്ന ബംഗ്ലാദേശിനും ഒക്കെ ഒരു ത്രട്ടാക്കുന്നതിനും നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതുപോലെ നമ്മുടെ ഒരു ഇടനാഴിയുണ്ട്. ആ ഇടനാഴി ഇവരുടെ സഹായം ഉണ്ടെങ്കിൽ ഇവർ പാകിസ്ഥാന്റെ ഭാഗം പിടിക്കാൻ നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം പിടിച്ചു കഴിഞ്ഞാൽ ഈ അധിനിവേശ അധിനിവേശ കാശ്മീർ ഉണ്ടല്ലോ, അതുകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇടനാഴിയിൽ കൂടി അങ്ങ് റഷ്യയിലേക്ക് നേരിട്ട് ചരക്ക് ഗതാഗതം നടത്താൻ പറ്റും. വളരെ മുൻകരുതലോട് കൂടിയുള്ള നീക്കമാണ് ഇങ്ങനത്തെ നീക്കങ്ങൾ നടത്തുമ്പോൾ ഈ അമേരിക്കൻ താല്പര്യങ്ങളുണ്ടല്ലോ. അമേരിക്കൻ താല്പര്യങ്ങൾ ഇപ്പൊ ഇന്ത്യയുടെ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് മാറുകയാണ്. അമേരിക്കൻ താല്പര്യങ്ങൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അമേരിക്കൻ താല്പര്യമായിട്ട് മാറുന്ന പല ഉദാഹരണങ്ങളും ഉയർത്തി കാണിക്കത്തക്ക രീതിയിലേക്കാണ് പുതിയ കാര്യങ്ങൾ വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ട്രംപ് സംസാരിച്ചു ചൈനയെടുത്ത് പനാമ കനാൽ ഉണ്ടല്ലോ, കനാലിന്റെ കാര്യത്തിൽ ഞാൻ വേറെ തീരുമാനം എടുക്കാൻ പോയി. പണ്ട് നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ മാത്രം ഉപയോഗത്തിനാണല്ലോ, ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നത് വേറെ ചില താല്പര്യങ്ങൾക്ക്. അത് അമേരിക്കയ്ക്ക് ഭീഷണി. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത് നമ്മൾ പണ്ട് കൊടുത്തത് നമ്മുടെ യുദ്ധ സമയത്ത്. അതായത് അതിനകത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കി ചൈനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനാണ്, ചൈനയ്ക്ക് സാങ്ഷൻ കൊണ്ടുവരാനാണ്. ചൈനയ്ക്ക് സാങ്ഷൻ കൊണ്ടുവരുമ്പോൾ ആർക്ക് പ്രയോജനം? അതിന്റെ പ്രയോജനം ഇന്ത്യക്ക് വരാം. കാരണം ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം ആദ്യഘട്ടങ്ങളിൽ ട്രംപ് വളരെ കൃത്യമായിട്ട് നമ്മളെ കൂടെ പിടിച്ചോണ്ടേ പോകുന്നുള്ളൂ. നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തും പുള്ളിക്ക് പ്രശ്നമാണ്. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകും. അപ്പം തടസ്സം ഇവർ രണ്ടുപേരും ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കും ലോകക്രമത്തിന് വ്യത്യാസം വരുന്നത്. അപ്പം പുതിയൊരു തടസ്സം അങ്ങനൊന്നുമില്ല, മത്സരബുദ്ധിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരുമിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നീക്കമാണ്. ട്രംപിന് ഇന്ത്യ വംശകരും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നാലേ കാര്യങ്ങളുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യയുടെ കരുത്ത് ഒരു പരിധി വരെ ട്രംപ് മനസ്സിലാക്കിയാണ് ഇലക്ഷനെ അവർ നേരിട്ടത്. കാരണം ഇന്ത്യക്ക് എല്ലായിടും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം ലോകത്ത് എല്ലാ മേഖലയിലും ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അത് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും സാന്നിധ്യമുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഒന്നിച്ചു പോകാം. പിന്നെ മാത്രമല്ല ചൈനയെ വിടാൻ ഉദ്ദേശമില്ല. അപ്പം ആ ചൈനയെ തടഞ്ഞു നിർത്തുന്നതിനും ആ ഡെവലപ്മെന്റ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ ഉള്ള ശ്രമം നടക്കുന്നുണ്ട്.